ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ് ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. മഞ്ജു പിള്ള ചേച്ചിയുടെയും സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള സുജിത് വാസുദേവിൻ്റെയും ഒരേ ഒരു മകൾ പൊന്നോമന പുത്രി ദയാ സുജിത്ത്. ദയക്കുട്ടി, ആദ്യമേ തന്നെ ഒരു ഗംഭീര കയ്യടി, അതിനർഹയാണ് നീ. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ വന്നിട്ട് യൂട്യൂബിലൂടെ വിമർശനമെന്നൊന്നും പറയാനല്ല, എനിക്കതിനെ വിമർശനമെന്ന് വിളിക്കാനല്ല താല്പര്യം, അങ്ങ് എന്തോ അവർ വിളിച്ച് പറയുന്നത്, എന്ത് കാര്യം ഉണ്ടായിട്ട്? അവരുടെ കണ്ണിലൂടെ അത് നോക്കുമ്പം തെറ്റ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലാക്കുന്നു. പക്ഷെ അത് പറയുന്നതിനൊരു ഒരു രീതിയില്ലേ? അങ്ങ് കിടന്ന് പല റീൽസിലായിട്ടാണ് ഞാൻ ഇവരുടെ വീഡിയോ ഇങ്ങനെ പല ആളുകളെടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടത്. അതിന് ശേഷമാണ് ഞാൻ ഇവരുടെ വീഡിയോ പോയി കംപ്ലീറ്റ് ആയിട്ട് കണ്ടത്. ഞാൻ ഇവരുടെ വീഡിയോകൾ നേരത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സ്ത്രീയുടെ. ഞാൻ അവരുടെ പേര് പോലും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനതാണ് അവരുടെ വീഡിയോയുടെ ഒരു ക്ലിപ്പ് പോലും ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഇവർ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കും. ഞാനും ഒക്കെ പല രീതിയിൽ കിടന്നങ്ങോട്ട് അഴിഞ്ഞാടി ആർമാദിച്ച് പല വാക്കുകൾ വായിൽ നിന്ന് വീണിട്ടുണ്ട്. പക്ഷെ ഡേ ബൈ ഡേ നമ്മുടെ ഒരു ക്വാളിറ്റി ഒന്ന് മേലോട്ട് കൊണ്ടുപോകണ്ടേ? ഇത് ക്വാളിറ്റി പോട്ടെ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ആ പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു. ഞാൻ അവളുടെ വീഡിയോകൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതിരായിട്ടും അവൾ ഇടുന്ന ഡ്രസ്സിൽ ഒരു വൾഗാരിറ്റി ഒന്നും തോന്നിയിട്ടേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ മഞ്ജു പിള്ള ചേച്ചിയോട് നിങ്ങളുടെ മോളെ നിങ്ങൾ അങ്ങോട്ട് നേരച്ചു വളർത്തണോ, ഇങ്ങനെ അഴിച്ചങ്ങോട്ട് വിടരുത്. വാട്ട് ദ ഹെക്ക്? എന്താ അവർ ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് കഴിഞ്ഞ ദിവസം ഞാനത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ഓൾറെഡി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഇത് വീണ്ടും വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ദയക്കുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവരുടെ ഒരു സബ്സ്ക്രൈബറാണ്, അതുകൊണ്ട് തന്നെ അപ്പം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ കയറി കണ്ടു. എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പൂവ്, ആ പൂവിൽ നിന്ന് തുടങ്ങി അങ്ങ് പോയി കൊടുക്കേണ്ടവർക്കെല്ലാം നല്ല വൃത്തിക്ക് മറുപടി കൊടുത്ത് പോയിട്ടുണ്ട്. അത് മതി, വളരെ നീറ്റായിട്ട്. ഈ വീഡിയോ ഈ ചെയ്ത വീഡിയോ അവർക്കെതിരെ സംസാരിച്ച ആ വ്യക്തി ഒന്ന് കണ്ടിട്ടൊന്ന് റിയാക്ട് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് എങ്ങനെ ആ പെൺകുട്ടി, നിങ്ങൾ അത്രയും കിടന്ന് അലറി വിളിച്ച് അവരുടെ അമ്മയും മകളെ വളർത്തിയത് ശരിയല്ല എന്നൊക്കെ ഇരുന്ന് കാറി കൂവിയപ്പോൾ ആ പെൺകുട്ടി വന്ന് എത്രയോ വയസ്സിന് മൂത്തതാണ് നിങ്ങൾ ആ പെൺകുട്ടിയെക്കാട്ടിലും. നിങ്ങൾക്ക് തരാനുള്ള മറുപടി വളരെ ലൈറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ തന്നിട്ട് പോയിട്ടുണ്ട്. ഇനി വന്നിരുന്ന് മെഴുകുക. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണെന്ന്. ഇങ്ങനെ വേണോ ഒരു സ്ത്രീ വന്നിട്ട് യൂട്യൂബിലൂടെ കിടന്നങ്ങോട്ട് പലരുടെയും പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ യൂട്യൂബിലൂടെ പല കാര്യങ്ങൾ പല ആളുകൾ ഇടുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാം. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, പൊതുസമൂഹത്തിൽ വരുന്ന വാർത്തകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാം. പക്ഷെ പലരുടെയും വീട്ടിലോട്ട് കയറി ചെന്ന് ഈ മറ്റേ ഞൊരണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. പിന്നെ എനിക്ക് അവരോട് ദേഷ്യമോ വിദ്വേഷമോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളുമായിരുന്നു. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ കാണിക്കുന്ന പലതും നമുക്കങ്ങോട്ട് ദഹിക്കുന്നില്ല, യോജിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വിമർശിക്കാനാണ് തോന്നുന്നത്. ഒരു ലിമിറ്റില്ല എല്ലാത്തിനും. മറ്റുള്ളവരുടെ കാര്യത്തിൽ സംസാരിച്ചോളൂ, ഞാനും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നെക്കാട്ടിലുമൊക്കെ ഒരുപാട് മൂത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ബോധവും പൊക്കണം ഇല്ലാത്ത രീതിയിലുള്ള സംസാരം, അങ്ങനെയാണ് ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ദയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനിവിടെ വിലയുണ്ട്, കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതും ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോ മുഴുവനായിട്ട് കാണണേ, പകുതി വെച്ചിട്ടിട്ട് പോകല്ലേ. അപ്പം ഇനി നമുക്ക് കാണാം. പിന്നെ കുറേ പേര് അറിയാം, ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയറൊന്ന് മാറി സ്പേസിലേക്ക് ആവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യമായിട്ട് ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയട്ടെ, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. സത്യാവസ്ഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് മെൻ്റലി പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെൻ്റൽ
മെൻ്റലല്ല പേഴ്സണലായിട്ട് കുറച്ച് തകർച്ച ഒരു വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെയല്ല, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വിൽ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത് കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ of posting every day and making you guys happy. I didn't want that. Usually most of the time I do that. I take the initiative to post to make you happy. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക് എടുത്തു. എല്ലാവരും അയ്യോ എന്ത് പറ്റി എല്ലാവരും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ ബാക്കി കേൾപ്പിക്കാമേ. ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, പോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെൺകുട്ടിയുടെ സംസാര രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നല്ല പക്വതയുള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി പക്വത മാറ്റി വെക്കൂ എടോ. അവരിട്ട വീഡിയോയിലൊക്കെ എനിക്ക് അവർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാറുണ്ട്, എനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല കേട്ടോ, സീരിയസ്ലി. പിന്നെ ചില ആളുകൾ പറയുന്നു മഞ്ജു പിള്ളയുടെ അത്രയും കളറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിറം വെളുപ്പ് ആ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഞ്ജു പിള്ള ചേച്ചിയെ പോലെ തന്നെയാണ്. ഈ വീഡിയോയിലാണെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എനിക്ക് മഞ്ജു പിള്ള ചേച്ചിയുടെ ഒരു ഫേസ് കട്ടാണ് പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ. പിന്നെ ആ ഒരു തരത്തിലേക്കൊക്കെ ചില ആളുകൾ സംസാരിക്കുന്ന കേട്ടു. എന്തിന്? ഇനി ഏറിപ്പോയതിനെ പറ്റി അവൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അതാണ് മെയിൻ. ഞാൻ പേരുമാണെന്നും പറയുന്നില്ല ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്. ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ ഇതെന്തത് എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. ഈ പെൺകുട്ടിക്കെതിരെയുള്ള വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്കും തോന്നിപ്പോയത് ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടൊന്നും. അതിപ്പോൾ ഞാൻ മാത്രം പറയുന്നതല്ല, ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന കണ്ടു. ഇതുവരായിട്ടും ആ സ്ത്രീയെ ആരും അങ്ങനെ അങ്ങോട്ടെടുത്ത് വാരി അലക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഞ്ജു പിള്ള, നിങ്ങളുടെ മകളെ നിങ്ങൾ നേരെ ചൊവ്വേ വളർത്തണം. അവൾ കണ്ടില്ലേ ഇങ്ങനെ തുണി എടുക്കുന്നു, അങ്ങനെ തുണി എടുക്കുന്നു എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പോയി അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ വീഡിയോകളൊന്ന് പോയി കാണുക, എന്നിട്ട് പോയി സപ്പോർട്ട് ചെയ്താൽ. ഒരാളുടെ ഡ്രസ്സിങ് അത് അവരുടെ ഇഷ്ടമല്ലേ. അവർ ആ ഡ്രസ്സിൽ വൾഗറായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, പറഞ്ഞു, ഞാനും വേണമെങ്കിൽ 2 വർത്താനം പറയാം. പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിന്? പിന്നെ ആ പെൺകുട്ടി കൊടുത്ത വില എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ, കാലിനടിയിലെ പൊടി. എനിക്കുമൊക്കെ ഇപ്പം അങ്ങനെ ഞാനും ഒക്കെ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം ഉള്ള വില ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഉടനെ അച്ഛനും അമ്മയ്ക്കും വീട്ടിലോട്ട് തള്ളിക്കയറി വന്ന് ഒരു നാണോ മാനോ ഇല്ലാത്ത നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ തള്ളിക്കയറി ചെല്ലുമോ ഒരു വിളിയില്ലാതെ?
അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയായിട്ട് വഴക്കുണ്ടാക്കിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തള്ളി കയറി ചെന്ന് ചിലപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിണക്കം മാറ്റും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെല്ലും. ഇത് അങ്ങനൊന്നും ഇല്ലാതൊക്കെ ചിലരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, ഈ ഒരു പെൺകുട്ടി മഞ്ജു പിള്ള ഇവരുടെയൊക്കെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ ഒരു പരിപാടി ചെയ്തത് എന്തിനാണ് എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ ഒരു താല്പര്യവും ഇല്ല. എൻ്റെ ദൈവമേ, ബാക്കി കുറച്ചും കൂടെ നമുക്ക് കേൾക്കാം. എന്താ പറഞ്ഞേ? അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് മൈ എനർജി, but later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറേ വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സർപ്രൈസ് തരും. ഞാനൊരു സാധനം റിവീൽ ചെയ്യുന്നതായിരിക്കും. എനിവേ, സോ ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ, ആണുങ്ങൾ, കണ്ടത് വെച്ച ആണുങ്ങൾ, ഒരാൾ വന്നിട്ട് ഇത് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റാണ്. കംപ്ലീറ്റ്ലി ഫൈൻ ടു ഹാവ് ദെയർ ഒപ്പീനിയൻ, ബട്ട് സർട്ടൻ തിങ്സ് ആൻഡ് വേസ് ആർ നോട്ട് അക്സെപ്റ്റഡ്. നോട്ട് അക്സെപ്റ്റഡ് ഡാർലിംഗ്. So the best part is that the love I'm getting from people. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ബാക്കി കേൾപ്പിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബറാണ്, കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരം ഒന്നും കാണത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി കുത്തിയിരുന്ന് കാണാൻ തുടങ്ങി. അത് വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ പെൺകുട്ടി അവർ പറയുന്നത് പോലെ അങ്ങനെ അങ്ങോട്ട് അഴിച്ചു വിട്ടേക്കുകയാണോ ഇവളെ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അഴിച്ചു വിട്ട് ഒരു സ്ത്രീ പോയി കാണിച്ചു കൂട്ടുന്ന പോലത്തെ ഒരു പരിപാടിയും കാണിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയല്ല ദയ സുജിത്. ആൻഡ് ഷീ ഹാസ് എ ക്യാരക്ടർ. മനസ്സിലായില്ലേ? അത് ഈ വീഡിയോയിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കി എടുക്കണം. അവൾക്കൊരു ഒരു ക്യാരക്ടറുണ്ട്. അവൾ അത് വിട്ട് നിന്നൊന്നും പോയി സംസാരിക്കുന്നില്ല. അതാണ് ഈ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. വളരെ നീറ്റായിട്ട് ഒരാൾക്ക് എങ്ങനെ മറുപടി. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വലിച്ചു കീറി എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവി അങ്ങ് പറയും. കാരണം ഒരു കാര്യമില്ലാതെ നമ്മളെ വളർത്തിയത് തെറ്റാണ്, മറ്റേതാണ് മറിച്ചാണ്, വീട്ടിലിരിക്കുന്നവരെയും പറഞ്ഞുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഒരു പീസ് ഓഫ് ഒരു മൈൻഡ് ഉണ്ടായിട്ടിരുന്ന് സംസാരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഔട്ടായിരിക്കും കംപ്ലീറ്റ്ലി, വന്നിരുന്ന് വാരി അലക്കും. പക്ഷെ അങ്ങനെ അല്ല നീ പെൺകുട്ടി കാണിച്ചു തരികയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നി. എനിക്കിതിനെ അങ്ങനെ എടുക്കാനാണ് തോന്നി. ഈ വീഡിയോയെ വളരെ കാമായിട്ട്, വളരെ ലൈറ്റായിട്ട് കൊടുക്കേണ്ട സാധനം കൊടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാടുണ്ട് ഈ വീഡിയോ, ഞാൻ എല്ലാം കൂടെ കുത്തി കയറ്റാത്തത്. അതായത് ഒരു പൂവ്, വീട്ടിൽ വെക്കുന്ന ഒരു പൂവിനെ കാണിച്ചുകൊണ്ടാണ് ഇവളിത് സംസാരം തുടങ്ങുന്നത്. അങ്ങനെ പല പല ഒരു ജോണറിലൂടെ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു സാധനം നമുക്ക് ഇട്ട് തരുന്നത്. ഈ വീഡിയോ ഇടയ്ക്ക് തന്നെ ഇതിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂവിനെയൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. വോട്ട് എവർ യു ദർ ഈസ് ഇൻ യുവർ ഹെഡ്. എനിക്കറിയില്ല, പേഴ്സണലി ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ടൈമിലാണ് ഈ ഒരു സാധനം കൂടെ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് എന്തായാലും വരും. പക്ഷേ അതിന് ശേഷം അവൾ ഓക്കെയാണ്. അങ്ങനെ ഓക്കെ ആയിട്ടിരിക്കട്ടെ. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. ദയ ഒരുപാട് ആൾക്കാർ വരും. കാരണം എന്നെപ്പോലെ അല്ലെങ്കിൽ ചേച്ചിമാരാണെങ്കിലും ശരി, ഈ വീഡിയോ കാണുന്ന ഒരുപാട് പെങ്ങന്മാർ, ചേച്ചിമാർ, ലൈക്ക് ആൻറ്റീസ്, അമ്മൂമ്മമാരൊക്കെ കാണുമായിരിക്കും. ഭൂരിഭാഗം ആളുകൾക്കും കാര്യം മനസ്സിലാവും. ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് താഴെ തട്ടിൽ പോയിട്ടുള്ളൊരു ചിന്താഗതിയിലോട്ട് പിടിക്കാത്തവർക്ക് കാര്യം പിടികിട്ടും. മനസ്സിലായോ? കാര്യം പിടികിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പെൺകുട്ടി ഇതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. പക്ഷെ അപ്പുറം നിന്ന ആൾ കാണിച്ചു കൂട്ടിയതും അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞതും ബാക്കി
ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They've seen, they're acknowledging it. They are like, we are with you, you're doing good, keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഒരു പ്ലേയിൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഐ എം ഗോൺ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഐ എം നോട്ട് ഗോൺ ലെറ്റ് ഇറ്റ് എഫക്ട് മീ. അപ്പോൾ ചിലർ നിന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനോട് സംസാരിക്കുന്നത്. എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിൻ്റെ എനിക്ക് ഉണ്ട്. ഏത് It's all fun and games, guys. It's all fun and games until someone's life is getting affected. Mine was not getting affected. I was angry. I was so pissed off. But I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞത് സ്ത്രീ കാരണം, ഈ ഒരു ജീവി കാരണം, സോറി, a lot of lives have been affected. So that is not fair. That she has no right to do that. നമ്മൾ എന്തൊക്കെ ഡോണ്ട് ലെറ്റ് ഇറ്റ് അഫക്റ്റ് us, ഇഗ്നോർ ഇട്ട് എന്നൊക്കെ പറഞ്ഞാലും ഫോർ സം പീപ്പിൾ ഇറ്റ് ഇസ് നോട്ട് റിയലി ഈസി. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട്, ഇതൊക്കെ പൊട്ടെ, എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. Like thinking there is a community itself is like, okay, but agreeing with her, whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാതെ എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. ഐ വാസ് സ്കേർഡ്. ആൻഡ് അവരുടെ ഇവനറിയ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനും ഭീഷണിപ്പെടുത്തൊന്നും അല്ല കേട്ടോ. But I have noted people down. Like, this is not a threat or something, but I've noted people down who were against and with me. And I've also noted what specifically they have mentioned. So if in the future I can ഇട്ട് കൊടുക്കാം. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുന്നു. ദയ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ഞാനും അവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഭൂരിഭാഗം ഒരു 90% ആളുകളും ഇവർ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞിരിക്കുക. എനിക്കതാ ഇപ്പോഴും ഒരു ഞെട്ടലതാ. ആ പെൺകുട്ടിക്കും ആകെ ഒരു ഞെട്ടൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞ സാധനങ്ങളെക്കാട്ടിലും കൂടുതൽ ഇത്രയും ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കും അതാ മനസ്സിലാവാത്തത്. ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഒരൊറ്റ നിമിഷം മനസ്സിലാക്കുക, നിങ്ങൾ എന്താ ഈ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വല്ല ബോധത്തോടു കൂടെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ അവർ പറയുന്നത്, അവർ കാണിക്കുന്ന 1-2 ഫോട്ടോയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാതെ. ഞാനും പറയാറുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ട് മാത്രം ഒരിക്കലും എൻ്റെ പേഴ്സ്പെക്റ്റ് ആണ് കംപ്ലീറ്റ്ലി കറക്റ്റ് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഇതുവരായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. ചിലത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുക. ഓക്കെ, ഒന്ന് പോയി നോക്കുക. എന്താണ് അവൾ ഇത്ര വൾഗാരിറ്റി കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നും എന്നെനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി. കാരണം അങ്ങനൊന്നും ഇല്ല. ഡ്രസ്സിങ് പിന്നെ അവളുടെ ഇഷ്ടമല്ലേ. അവൾ ആ ഡ്രസ്സ് വിട്ടിട്ട് വേറെ വൃത്തികേടൊന്നും കാണിക്കാൻ പോയിട്ടില്ല. എന്താ ഇങ്ങനെ? എനിക്ക് പിടികിട്ടുന്നില്ല. പിന്നെ ദയ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീക്കെതിരെ മാത്രമല്ല ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പും പലർക്കും എതിരെ. പിന്നെ ഒന്നും അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ധൈര്യം അവർക്കുണ്ട്. സീരിയസ്ലി അവർക്ക് അതിൻ്റെ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം അതെന്താണ് റീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. ഞാനത് പറയാനൊന്നും നിൽക്കുന്നില്ല. അത് ശരിയല്ല. എനിക്കത് സംസാരിക്കാനും താല്പര്യമില്ല. എൻ്റെ പരിധിക്കുള്ള അവരെ പറ്റി വീഡിയോകളും ചെയ്യാത്ത ഒരാളാണ്. കാരണം മനസ്സിലായോ? അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ ഈ കുറച്ച്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വീഡിയോ ചെയ്യുമ്പം, കുറച്ച് ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ തെറി പറയുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതൊന്ന് കുറയ്ക്കണം. കുറച്ചിടം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മേപ്പോട്ട് പോകണ്ടേ? മേപ്പോട്ടല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്, താഴത്തോട്ട് പോകരുതല്ലോ. അങ്ങനെ ഒരു സാധനം എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്.
അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം ഞാൻ പിടിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് വീഡിയോയിൽ തമ്മിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും, നാളെ ആണെങ്കിലും എടുത്ത് കളയാം. പക്ഷെ വീഡിയോയിൽ നെവർ ഗോയിങ് ടു ഡു സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ചെയ്യില്ല, ചെയ്യാൻ ഇനി പറ്റില്ല. പിടികിട്ടിയോ? പ്രത്യേകിച്ച് വസ്ത്രധാരണം, അപ്പനും അമ്മയും വളർത്തിയതിൻ്റെ കുറ്റം, അതാണ് അവൾ ഇങ്ങനെ അങ്ങ് നടക്കുന്നത്. എന്തോ അത്, ആ ഒരു ഡയലോഗിനോടെ എനിക്ക് ഒരു യോജിപ്പുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ അത്രേ ഉള്ളൂ, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.